പാലിച്ചിട്ടുണ്ടായിനെങ്കിൽ ഞങ്ങക്ക് അത്ര കഷ്ടം. ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി മറന്നുപോയത്. നിങ്ങൾക്ക് ഒരു കോൾ ഇങ്ങോട്ട് ചെയ്യാലോ. നിങ്ങൾ എന്താ നിങ്ങളെ തീരുമാനം എന്താ ചോദിച്ചിട്ട് ഒരു കോൾ ഇങ്ങോട്ട് ചെയ്യാലോ. അന്നെ 25 ഷാനിബ് ഈ ഷാനിബ് തന്നെ വായിൽ വരുന്ന ഷാനിബിനോടല്ലേ ഷാനിബിന്റെ വീട്ടിൽ നിങ്ങള് ഞാനേ ബാരിസേര് അവരല്ലേ ഷെമീന മേഡല്ലേ നിങ്ങൾ വിളിച്ചത്. എന്നെ ഒരു കോൾ ചെയ്താ നിങ്ങള് എന്താ നിന്റെ തീരുമാനം എന്താ? നിങ്ങൾ ഇന്നലെ വീണ്ടും ഒരാളോട് 25,000 രൂപ 25,000 രൂപയാണ് അന്ന് റെഡിയാക്കി വെച്ചത്. അതന്നെ ഞമ്മ ഒരു മനുഷ്യന്മാരോടില്ല ഞാനൊന്നും സന്തോഷം വന്നു. നോമ്പിന് ഒരു ദിവസം ഒരു മനുഷ്യന്മാരോട് നമുക്ക് ഏർക്കുന്നതിന് ഒരു കണക്കില്ല. പറയുന്ന കേക്ക് പെരുന്നാളായിരുന്നു, അതിന് തരാൻ എല്ലാം റെഡിയാക്കി വെച്ചതായിരുന്നു. അങ്ങനെ പറയാ. പിന്നെ നിങ്ങൾ എന്നെ പറഞ്ഞത് ഒറ്റ തന്തക്ക് ജനിക്കാന്ന്. ഞാൻ ഒറ്റ തന്തക്ക് തന്നെ ജനിച്ച ആളാണ്. അത് തെളിയിച്ച അതന്നെ ഞാൻ അത് നിന്നെ ഞാൻ പറഞ്ഞതില്ലേ. ഞാൻ പറഞ്ഞ ഡേറ്റ് 15 ആ 15 ആവുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ എന്താക്കി എന്നെ തെറ്റിദ്ധരിച്ചിട്ട് നിങ്ങൾ വേറെ അടുത്ത് പോയി. അല്ല 15 തെറ്റിദ്ധരിപ്പിച്ചതരി ഇന്നും ആയിട്ടില്ലല്ലോ. അതിനെ തെറ്റിദ്ധരിപ്പിച്ചതരി ഇല്ല, ഇന്ന് 15 ആയിട്ടില്ല. എന്നിട്ട് നിങ്ങൾ ഇപ്പോഴും അവർക്ക് കൂറായിട്ടാണ് നിൽക്കുന്നത്. നിങ്ങൾക്ക് പണമല്ല വേണ്ടത്. അവർക്ക് കൂറ് കിന്നിട്ട് ഞങ്ങൾക്ക് എന്ത് ലാഭം കിട്ടുന്നത്? അവർക്ക് കൂറ് നിൽക്കാൻ നിങ്ങൾ എന്തിനാ പോയ അവർക്ക് പൈസ കാണി നമ്മൾ തരാന്ന് ഓൾറെഡി പറഞ്ഞു. അവർക്ക് കൂറ് പോന്നെങ്കിൽ അവരെല്ലാം കൂടി ഞങ്ങൾക്ക് പൈസ തരുന്നില്ല. ഞാൻ ED ഓഫീസിലേക്ക് പോയത് എന്താ എന്നെ കണ്ടിട്ട് നിങ്ങളോട് ഓൾറെഡി പറഞ്ഞല്ലേ നിങ്ങൾ ഉപയോഗിക്കുന്നതാണ്. നിങ്ങൾ അത് മനസ്സിലാക്കുക. അതന്നെ അല്ല ED ഓഫീസിലേക്ക് ഞാൻ നേരിട്ടിട്ട് അല്ല ED ഓഫീസിലല്ലേ ഇതിന്റെ കേസിന്റെ കാര്യം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പോയിട്ട് കാര്യമില്ലല്ലോ. ഇത്രാം തീയതി വരെയില്ല, 15-ാം തീയതിക്ക് മുമ്പ് ആടെ പിന്നെ ഇത് സമർപ്പിക്കണം എന്നല്ല അവർ പറയുന്നുണ്ടത്. അപ്പൊ ഞമ്മക്ക് അത് കഴിഞ്ഞെങ്കിൽ അതാണ് ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾ തെറ്റിദ്ധരിപ്പിച്ചിട്ട് പോയതാണല്ലേ. അല്ല അപ്പൊ ഇല്ലേ നിങ്ങളോട് പറഞ്ഞു അവർക്ക് വേണ്ടത് നിങ്ങളുടെ കേസാണ്. അത് കൊടുത്തു കഴിഞ്ഞാൽ മറ്റേ ബോട്ട് കേട്ട പോലെ നിങ്ങൾ പൊക്കോണെന്ന് പറയും. അല്ലാണ്ടൊന്നും അത് പറഞ്ഞേ ഞാൻ കേട്ടു. നിങ്ങൾ പോയി പണി വെക്കുന്ന വോയിസിൽ ഞാൻ കേട്ടല്ലോ. ആര് പറഞ്ഞേ? ആര് പണി നോക്കി നിങ്ങൾ അവര് നിങ്ങളെ കൈവിട്ടെന്ന് വെച്ചിട്ട് ഒരു വോയിസ് തന്നില്ലേ. വോയിസിൽ പറയുന്നത് നിങ്ങൾക്കൊന്നുമില്ല, നിങ്ങൾ പൊക്കോന്ന് പറഞ്ഞില്ലേ. അപ്പൊ എനിക്ക് നിങ്ങൾക്കൊരു വോയിസ് വിട്ട് തരാൻ പറ്റുമോ? അതായത് നിങ്ങൾക്ക് നിങ്ങളെ തരാനുള്ള പൈസ തരുന്നതിൽ ഒരു ബുദ്ധിമുട്ടില്ലാത്ത ആൾക്കാരാണ് എന്ത് ഇപ്പത്തെ കണ്ടീഷനില് നമ്മളാൾക്കാര്. അതുമായി ബന്ധപ്പെട്ടിട്ട് എല്ലാം സെറ്റിൽ ചെയ്ത് വെച്ചൊരു സിറ്റുവേഷനിൽ നിങ്ങൾ എന്ത് ചെയ്തു? നേരിട്ട് ED ഓഫീസിലേക്ക് പോയി. ഓക്കെ, നിങ്ങളെ വിഷമം കൊണ്ട് പോയത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ നിങ്ങൾക്ക് അവർ പൈസ തരുന്നുണ്ട്, നിങ്ങൾ ED ഓഫീസിൽ പോയിക്കോ, നിങ്ങൾ കേസ് കൊടുത്തോ, ഒരു കുഴപ്പമില്ല. അതല്ല എന്നുണ്ടെങ്കിൽ നിന്നെ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് പൈസ തിരിച്ചു തരാം. പക്ഷെ എനിക്ക് വോയിസ് കറക്റ്റ് കിട്ടണത് അവര് നിങ്ങളെ കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറയണം. നിങ്ങൾ അതിന് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞ ഇക്കാനോട് വരെ പറയും ഞാൻ പോന്നില്ല അറിഞ്ഞിട്ട് നിന്ന് നിർത്തുന്നില്ലേ. അല്ല ഇക്ക പറഞ്ഞതാണ്. അല്ല ഇപ്പൊ ഇന്ന് എന്നെ നിർബന്ധിച്ചിട്ടില്ല. ഇക്ക എന്നെ കൊണ്ടുപോയി നിന്റെ പൈസ പോയെങ്കിൽ പിന്നെ നമുക്ക് തിരിച്ചു കിട്ടാല്ല, നമുക്ക് ED ഓഫീസിലേക്ക് പോവാ പറഞ്ഞിട്ട് ഇക്ക എന്നെ കൊണ്ടുപോയി. എന്താ പറഞ്ഞ രാവിലെ വരെ രാത്രി ഞാൻ പോയില്ല, നീ വിളിച്ചത് കൊണ്ട്. രാത്രി അവര് പിന്നെ എല്ലാവരും ഒന്നിച്ചിട്ട് പോകുമ്പോ ഞാൻ പോയില്ല. അപ്പൊ ഇക്ക എന്നെ കൊറേ രാത്രി ഇറിറ്റേറ്റ് ചെയ്തോണ്ടെന്ന് ഇത്രയെല്ലാം ഹെൽപ്പ് ചെയ്യുമ്പോ നിനക്ക് എന്താ വിളിച്ചിട്ട് പോവാതെ. എനിക്കൊന്നും കേൾക്കണ്ട. നിങ്ങൾക്ക് അവരെ നിങ്ങളെ നിർബന്ധിച്ച് കൊണ്ടുപോയതാന്നുള്ള ഒരു വോയിസ്. അതിന് അവര് എന്നെ നിർബന്ധിച്ചിട്ട് കൊണ്ടുപോയതല്ലോ. പിന്നെ എങ്ങനെ ഞാൻ വെറുതെ ഒരാളെ ഇപ്പൊ നീ ഇല്ലാത്ത കാര്യം പറഞ്ഞിട്ടില്ലേ ഞമ്മ അങ്ങനെ ചെയ്യുന്നത് ശരിയല്ലല്ലോ. ഇല്ല ഇല്ല ടിക്കറ്റ് എടുത്ത് തരാന്നല്ല, നിയമപരമായിട്ടുള്ള എല്ലാം ചെയ്ത് തരാന്നാണ് പറഞ്ഞത്. ഹെൽപ്പ് ടിക്കറ്റാ അതന്നെ ഞമ്മക്കില്ലെങ്കിൽ പിന്നെ ഞമ്മ എന്താക്കുന്നു? ഞമ്മ ഇപ്പൊ ഇല്ലെങ്കിൽ ആരോടായാലും കടമായിട്ട് വാങ്ങണ്ടേ വരുമല്ലോ. ആ കാര്യം പറയാനേ ഞാൻ പറഞ്ഞു. ആരാണ് നിങ്ങൾക്ക് ഫണ്ട് തന്നത്, കൊണ്ടുപോകാൻ പൈസ തന്നത്? ആരാണ് അവിടെ കൈകാര്യം ചെയ്ത? ആരായിരുന്നു? ഈ പറഞ്ഞ കൃഷ്ണകുമാർ അല്ലേ നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നത് നിങ്ങൾ സ്വീകരിക്കാൻ? അല്ല നിങ്ങൾ പറയും പോലെ ഞാൻ കേക്കാം. നിങ്ങൾ എല്ലാം പറയുന്ന പോലെ കേക്കാം. അത് നമുക്ക് അയാൾ അറിയൊന്നും ചില ആടെ ഉണ്ട്. അയാളെയൊന്നും നാളെ കുറെ ആളുണ്ടായിരുന്നു. ഈ പറഞ്ഞ വോയിസിൽ പറയുന്ന ആളെന്നല്ലേ അവിടെ ഉണ്ടായിരുന്നത്? നിങ്ങളെ ഗ്രൂപ്പിൽ പറയുന്നത്? ഗ്രൂപ്പില് കൊറേ നമ്പർ ഉണ്ട്, കൊറേ ആൾക്കാരുണ്ട്. ഞങ്ങൾക്ക് ആരും അങ്ങനെ പരിചയമൊന്നുമില്ല. കൃഷ്ണകുമാർ ഒരു വക്കീൽ എന്ന് പറയുന്ന വ്യക്തി. അത് കൃഷ്ണകുമാർ കൃഷ്ണകുമാർ അറിയുന്നത് വക്കീലാണോ? അയാൾ വക്കീലൊന്നുമല്ല. പക്ഷെ അയാളാണ് നിങ്ങളെ വക്കീൽ എന്ന് പറഞ്ഞത് തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടുപോയത്.